ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു വിഭവമായിട്ടാണ്. അതായത് ഹൽവ. റസ്ക് കൊണ്ട് എങ്ങനെ ഹൽവ ഉണ്ടാക്കാം, അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അതിന് ഞാൻ എലൈറ്റിൻ്റെ റസ്ക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പഞ്ചസാര ആവശ്യത്തിന് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കശുവണ്ടിയും മുന്തിരിയും ഒരു പിടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് പാല്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യും ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു പാക്കറ്റ് നെയ്യും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അങ്ങനെ ഞാനിവിടെ പാനൊക്കെ ചൂടാക്കിയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് ഓരോ റസ്ക്കും നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നെയ്യിലാണ് വറുത്തെടുക്കേണ്ടതെങ്കിൽ നെയ്യ് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ എണ്ണയിലിട്ടാണ് റസ്ക് തിരിച്ചും മറിച്ചും നമുക്ക് 2 സൈഡും വറുത്തെടുക്കാം. നെയ്യ് ഉപയോഗിക്കേണ്ടവർക്ക് നെയ്യ് ഉപയോഗിക്കാം. അത് ഓരോരുത്തരുടെ ചോയ്സാണ്. ഒത്തിരി നെയ്യുടെ ചൊവ്വ മുന്നിലോട്ട് നിൽക്കുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇതിന് എണ്ണ ചേർത്തത്. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. അങ്ങനെ നമുക്കിത് തിരിച്ചു മറിച്ചിട്ട് വറുത്തെടുക്കാം. അങ്ങനെ ഇവിടെ നമ്മുടെ റസ്ക് 2 വശവും വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിലോട്ട് പഞ്ചസാര ആഡ് ചെയ്യാം. അങ്ങനെ ഞാനൊരു കപ്പ് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഞാൻ ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് തിളയ്ക്കാൻ വയ്ക്കാം. അതിക്ക് മുന്നേയായിട്ട് 2 ഏലക്ക ഇതുപോലെ തന്നെ തോട് പൊട്ടിച്ചത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്, ഏലക്ക ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ഇനി നമുക്കൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം. അങ്ങനെ തിളച്ച് വരുന്ന പാനിയിലോട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റസ്ക് കോരിയിടാം. ഈ സമയത്ത് തീ ഒന്ന് ജസ്റ്റ് കുറച്ചേക്കണം, സിമ്മിലിട്ടേക്കണം. ചെയ്യുമ്പോൾ ഓരോന്നായിട്ട് നമുക്കതെടുത്ത് ഇതിനകത്തോട്ട് ഡിപ്പ് ചെയ്യാം. അങ്ങനെ നമ്മളിത് 2 സൈഡും വറുത്ത് വെച്ചിരിക്കുന്ന റസ്ക് നമ്മൾ ഇതിനകത്തോട്ട് മുഴുവത്തോടെയാണ് ഡിപ്പ് ചെയ്തത്. പക്ഷേ ഇത് നല്ലപോലെ അലുത്ത് വരുന്നുണ്ട്. പഞ്ചസാര പാനിയിൽ അലിഞ്ഞു വരുമ്പോൾ നല്ലതുപോലെ നമുക്കിത് അലുത്ത് വരും. എപ്പോഴും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പഞ്ചസാര പാനി ഉണ്ടാക്കുമ്പോൾ നമ്മളത് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഏലക്ക ഇട്ടതിന് ശേഷം നമുക്ക് ഇത് സിമ്മിലോട്ട് ആക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ പെട്ടെന്ന് പാനിയൊക്കെ പെട്ടെന്ന് അടുക്കി പിടിക്കും. അതുകൊണ്ടാണ്. ഇനി ഇതിലോട്ട് 1 കപ്പ് പാല് നമുക്ക് ഒഴിക്കാം. അങ്ങനെ 1 കപ്പ് പാല് ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കുവാണ്, ആഡ് ചെയ്യുവാണ്. നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ പാലൊക്കെ ഇതിനകത്തോട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് ഓൾമോസ്റ്റ് ഹൽവ പോലെയൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള നെയ്യും കശുവണ്ടി മുന്തിരിയൊക്കെ ഇതിനാവശ്യമുള്ളത് നമുക്ക് യോജിപ്പിക്കാം. നല്ല പരുവമായിട്ട് ഇതിങ്ങനെ വന്നിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസി നമുക്ക് കിട്ടണം ഹൽവ ഉണ്ടാക്കുമ്പോൾ. അങ്ങനെ പാലും പഞ്ചസാരയൊക്കെ നല്ലപോലെ അലിഞ്ഞ് ചേർന്ന് യോജിച്ച് മിക്സപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കശുവണ്ടി മുന്തിരിയും നമുക്ക് വറുത്തെടുക്കാം. അങ്ങനെ ഒരു ചെറിയൊരു ചീനച്ചട്ടിയിൽ ഞാൻ നെയ്യൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആദ്യമേ തന്നെ കശുവണ്ടി ഇടാം. തീ വളരെ കുറച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. കശുവണ്ടി നമുക്ക് നല്ലതുപോലെ വറുത്ത് കോരിയെടുക്കാം. ഞാനെപ്പോഴും കശുവണ്ടി മുന്തിരി വറുക്കുമ്പോൾ ആദ്യം കശുവണ്ടി വറുത്ത് മാറ്റും. മുന്തിരി ഏറ്റവും ലാസ്റ്റാണ് ഞാൻ ഇടുന്നത്. രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ വറക്കുന്നത്. എന്തുണ്ടാക്കിയാലും പായസമാണെങ്കിൽ ഇതുണ്ടാക്കിയാലും നമ്മളങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് വറക്കുന്നത്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും പെട്ടെന്ന്. അതുകൊണ്ടിട്ടാണ് ഇത് അത്യാവശ്യമായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് കോരിയെടുക്കാം. അങ്ങനെ മുന്തിരി ഞാനിതുപോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. വറുത്തിതുപോലെ തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. അങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹൽവയിലോട്ട് വറുത്ത മുന്തിരിയും കശുവണ്ടിയും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി നെയ്യും കൂടി വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വറുത്ത് വെച്ച് കോരിയ എണ്ണയുണ്ട് ഇവിടെ. ഇത് എണ്ണയല്ല, ഇത് നെയ്യാണ്. നെയ്യിലാണ് ഞാൻ വറുത്തത്. അതുകൊണ്ട് ഈ നെയ്യ് ഇതിൻ്റെ പുറത്തോട്ടൊന്ന് തൂവാം. പോരാന്നുണ്ടെങ്കിൽ സ്വല്പം നെയ്യും കൂടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം.
ഒരു സ്വല്പം നെയ്യ് ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുവാണ്. എന്നിട്ട് എല്ലാം കൂടി ഇട്ട് അങ്ങ് ഇളക്കി അങ്ങ് യോജിപ്പിക്കാം. അങ്ങനെ ഫൈനൽ എൻ്റെ റസ്ക് ഹൽവ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ ട്രൈ ചെയ്യാവുന്ന ഒന്നാണ്. എൻ്റെ കശുവണ്ടി മുന്തിരിയൊക്കെ കണ്ടോ കറുത്തായിരിക്കുന്നത്, ഞാൻ നല്ലപോലെ ഫ്രൈ ചെയ്തതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം നമ്മുടെ വീട്ടിൽ കുട്ടികൾക്കൊക്കെ റസ്ക് മുഴുവത്തോടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ തിന്നത്തില്ല. ആർക്കും റസ്ക് അത്ര വലിയ കാര്യമല്ല. പനിക്ക് പോലും നമ്മൾ റസ്ക് കഴിക്കുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ റസ്ക് എല്ലാവരുടെയും വീട്ടിൽ മിച്ചം കാണുമല്ലോ. അങ്ങനെ റസ്ക് മിച്ചം ഉണ്ടെങ്കിൽ തന്നെ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്, സിമ്പിളാണ്, ഹെൽത്തിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബായ്.